വളരെയധികം സൈബർ ബുള്ളിംഗ് ആണ് ഈ ശരത്തിന്റെ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ബന്ധം എന്ന് പറയുന്നത് ചാച്ചാ ചാച്ചാ വിളിച്ച് പറകെ നടക്കുന്ന ഒരു ടൈപ്പാണ് കാണുന്നത്. അപ്പൊ ഹൃദയം കൂടിപ്പോയാൽ ദോഷമാണ്. ഇവിടെ ഇച്ചിരി ഹൃദയം കൂടിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? ബിൻസിയും തമ്മിലുള്ള ഒരു വിഷയമാണ്, ഒരു ഇഷ്യൂ ആയിട്ടുണ്ടായത്. ഒരു സീസൺ എന്നല്ല, എല്ലാ സീസണിലും അതുപോലെ ആരെങ്കിലും ഒക്കെ കാണും. അവരും കൂടെ ചേരുമ്പോഴാണ് ഇത് ഒരു ഹൗസ് ആവുന്നത്. എല്ലാം ചേട്ടൻ ഫസ്റ്റ് വീക്കിൽ വിക്റ്റ് ആയതിനു ശേഷം രണ്ടാമത്തെ വീക്കിൽ വേറൊരാളെ വിക്റ്റായി, ആർജെ ബിൻസി. ശരിക്കും അതൊരു നല്ലൊരു എവിക്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ബിൻസിയും ആക്ച്വലി ഒരു വിഷയത്തെ കുറിച്ച് വ്യക്തമായും സ്ഫുടമായും സംസാരിക്കാൻ കഴിയും, ആരോഗ്യമുള്ള ഒരാൾ. അപ്പൊ അങ്ങനെയുള്ള ഒരാള്, അയാളെക്കാൾ മോശം പലരും ഉണ്ട്. അത്രയും ആരോഗ്യം ഇല്ലാത്തവരും അതുപോലെ സംസാരിക്കാൻ കഴിവില്ലാത്തവരും വേറെ ഉണ്ട്. ഇവര് ആർജെ ആയിട്ട് നിൽക്കുമ്പോൾ അതിനുള്ള ബുദ്ധിയും ഒരു സാമൂഹ്യ ബോധവും ഉണ്ടല്ലോ പൊതുവെ. അപ്പൊ അങ്ങനെയുള്ള പലരും ഉണ്ട്. അപ്പൊ ശരിക്കും നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്, ഷോ മുന്നോട്ട് കൊണ്ടുപോവുക, അത് ചർച്ചയാകപ്പെടുക എന്നുള്ളതാണ് ബിഗ് ബോസ്. അപ്പൊ അവിടെ ബിൻസി എന്നോ രഞ്ജിത്ത് എന്നോ ഉള്ളൊരു പിക്ചർ ഇല്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അത് ഇനി പോകുന്നവരായാലും മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്തിനെ നന്നാക്കാൻ, രഞ്ജിത്തിനെ ഒരാഴ്ച കൂടെ നിർത്തിയിട്ട് അവനെ ഒന്ന് പോപ്പുലറാക്കി തിരിച്ചു വിട്ടേക്കാം, അതല്ല ബിഗ് ബോസ്. അതെ. ഈ ബിൻസിയുടെ ഒരു എവിക്ഷൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യില്ല ഈ ആഴ്ച ഇന്ന ആളായിരിക്കും മിക്കവാറും പോകുന്നത്. ആദ്യത്തെ ആഴ്ച പോലെ ഞാൻ എക്സ്പെക്ട് ചെയ്താലും പോകുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് എന്ത് കാര്യം? പിന്നെ ഇത് വരുമ്പോ കാണാന്നുള്ള മാത്രമേ ഉള്ളൂ. അതല്ലേ പറഞ്ഞു, അവരുടെ ഒരു പ്ലേ അതാണ്. അവിടെ ഒരു നല്ലൊരു ടീം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ബിഗ് ബോസ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നതും. ഇത് തുടങ്ങുന്നതിന് 3-4 മാസം മുമ്പ് തന്നെ ചർച്ചകൾ തുടങ്ങും, തീർന്നാലും നീണ്ടു നിൽക്കും. അടുത്ത ഒരു സീസൺ വരുന്നതിനിടയിലുള്ള ഒരു 1-2 മാസമേ ഉള്ളൂ ഒന്ന് സൈലന്റ് ആവുന്നത്. അപ്പൊ വീണ്ടും അടുത്ത സീസണിലേക്ക് ഇറങ്ങും. അപ്പൊ ശരിക്കും 3 മാസം മാത്രമുള്ള ഷോ ഒരു 7-8 മാസം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാവുന്ന ഒരു നല്ല ടീം, നമ്മളെക്കാളൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ടീം അതിന്റെ പിന്നിലുള്ളതുകൊണ്ടല്ലേ. ഉറപ്പായിട്ടും. ഈ പലരും പറയുന്നത് ബിൻസി എവിക്റ്റ് ആവാൻ കാരണം അനു ആണ് അതൊന്ന് പൊട്ടിച്ചത്. അതെ അതെ, നീ കാരണം ഒരാളിനെ ഒരു പെങ്കൊച്ചിനെ പുറത്താക്കി എന്ന് പറഞ്ഞു. അത് ആ ഹൗസിനുള്ളിൽ ആ ഒരു ടോപ്പിക് എടുത്തിട്ടത് അനുവാണ്. അതിനുശേഷം അത് ഷാനവാസ് ഏറ്റുപിടിക്കുകയും ചെയ്തു. അതൊക്കെ അവര് ഒരാളിനെ എങ്ങനെ അത് അവിടെയാണ് അത് മൈൻഡ് ഗെയിം ആയി മാറുന്നത്. ഒരാളിനെ എങ്ങനെ ഡൗൺ ആക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് അയാളെ കൃത്യമായി അയാളെ ഡൗൺ ആക്കി എടുക്കുക. അതെ, അത് ശരിക്കും ഫലിച്ചു. ശരത്ത് ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് ശരത്തും ബിൻസി ആയിട്ട് നല്ല കണക്ഷൻ ആവുന്നത്. അപ്പം ഇറങ്ങുന്ന ടൈമിൽ അവർ നല്ലൊരു സ്നേഹപ്രകടനവും ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് പ്രേക്ഷകര് ഇങ്ങനെ ഒരു വിലയിരുത്തൽ കൊണ്ടുവന്നത്. ഈ ആർജെ ബിൻസിയും ശരത്തും തമ്മില് അവിടെ പോയതിനു ശേഷം ആദ്യം ശരത്തും തമ്മിലൊരു ബന്ധം എന്ന് പറയുന്നത് ചാച്ചാ ചാച്ചാ വിളിച്ച് പറകെ നടക്കുന്ന ഒരു ടൈപ്പാണ് കാണുന്നത്. അപ്പൊ പുറത്തത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോ ചേട്ടൻ എന്താ അതിനെ കുറിച്ച് പറയാം? മത്സരിക്കാൻ പോകുന്ന ഒരു നമ്മള് വിൻ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ എല്ലാവരെയും എതിരാളികളായിട്ട് തന്നെ കാണണം. മാനുഷികത ഉണ്ടാകും, പക്ഷെ മാനുഷികതയ്ക്ക് അപ്പുറത്തേക്ക് ഞാൻ അവരുടെ പലതും പറയും, നമ്മൾ തലച്ചോറ് കൊണ്ടും കാര്യങ്ങൾ ചിന്തിക്കാൻ, ഹൃദയം കൊണ്ടും കാര്യങ്ങൾ ചിന്തിക്കാൻ തീരുമാനിക്കാൻ ചെയ്യാം. കുറച്ച് ഹൃദയം കൂടെ ചേർക്കണം, എല്ലാം തലച്ചോറ് കൊണ്ട് മാത്രമാവരുതെന്ന് ഞാൻ അവിടെ പറയാറുണ്ടായിരുന്നു. ഹൃദയം കൂടിപ്പോയാൽ ദോഷമാണ്. ഇവിടെ ഇച്ചിരി ഹൃദയം കൂടിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? മത്സരിക്കാനാണ് ചെന്നതെങ്കിൽ മത്സരിക്കുക. അത് മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരുപക്ഷെ ഇനി കുറച്ചു ദിവസം കൂടെ നിന്നിരുന്നെങ്കിൽ അയാളെ വേറെ ഏതെങ്കിലും തരത്തിൽ ട്രാപ്പിലാക്കി ഔട്ടാക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോ അത് അവരുടെ ഒരു തന്ത്രമാവാം, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഒരു അബദ്ധമാവാം. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വളരെയധികം സൈബർ ബുള്ളിംഗ് ആണ് ഈ ശരത്തിന്റെ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുണ്ടാവും ചിലപ്പോ ഉണ്ടാവും. അത് അവരെ ബാധിക്കുന്ന കാര്യമാണ്. അത് അയാള് അതിനുള്ളിൽ നിൽക്കുന്നവർ പോലും ഇത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അവര് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ഏത് തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന്. ഇപ്പൊ സപ്പോസ് ഞാൻ എഴുതിയ പരാതി മോഹൻലാൽ സാർ അത് എന്ത് മനോഹരമായ പരാതിയാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പരാതി ഇല്ലാത്തത്? ഞാൻ പരാതി എഴുതാനല്ലേ പറഞ്ഞു. എന്നൊരു വാദ്യം ചോദിച്ചായിരുന്നു, ഇതെല്ലാം പോയില്ലേ? ഈ പറഞ്ഞ സാധനമല്ല, ഞാൻ മഹാനുമല്ല, ഞാൻ അവിടുത്തെ ഏറ്റവും വേണ്ടാത്ത ഒരാളായി മാറിയില്ലേ? ഉറപ്പായിട്ടും.